എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഇഷ്ടപ്പെട്ട സ്കൂൾ അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട കോഴ്സിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കോഴ്സോ കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കോഴ്സിൽ നിങ്ങൾ അഡ്മിഷൻ നേടുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, എനിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു സ്കൂളിൽ കിട്ടി, ഞാൻ അവിടെ ടെമ്പററി ആയിട്ടാണ് അഡ്മിഷൻ നേടിയിട്ടുള്ളത്. അപ്പോൾ ഇനി എനിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് എനിക്ക് എവിടെയും പുതുതായിട്ട് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ പുതുതായിട്ട് കിട്ടി, ഞാൻ വീണ്ടും പോയിട്ട് ടെമ്പററി അഡ്മിഷനാണ് എടുത്തത്. അപ്പോൾ ഇവിടെ എനിക്ക് ചെറിയൊരു താല്പര്യം ആ ഒരു കോഴ്സ് അല്ലെങ്കിൽ സ്കൂളിനോട് ഉണ്ട്. എന്നിരുന്നാൽ ഞാൻ തേർഡ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്തു. അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് എനിക്ക് മറ്റൊരു സ്കൂളിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടി. അപ്പോൾ എന്നാൽ എനിക്ക് ഇഷ്ടമില്ലാത്ത സ്കൂളിലേക്ക്, ഇഷ്ടമില്ലാത്ത ഒരു കോഴ്സിലേക്കാണ് തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടിയത്. അപ്പോൾ അങ്ങനെയെങ്കിൽ എനിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റോ അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റോ ഞാൻ ടെമ്പററി അഡ്മിഷൻ നേടിയ സ്കൂളിൽ അഡ്മിഷൻ നേടാൻ പറ്റുമോ എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ വിദ്യാർത്ഥിക്ക് എവിടെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കേണ്ടത്. ഇനിയിപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലോ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്കൂളിൽ ടെമ്പററി അഡ്മിഷൻ നേടിയെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് തേർഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ എവിടെയും കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ലാസ്റ്റ് എവിടെയാണോ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ അഡ്മിഷൻ ഉണ്ടായിരുന്നത്, ടെമ്പററി അഡ്മിഷൻ ഉണ്ടായിരുന്നത്, ആ ഒരു സ്കൂളിൽ പോയിട്ട് വിദ്യാർത്ഥികൾ നിങ്ങളുടെ അഡ്മിഷൻ പെർമനൻറ്റ് അഡ്മിഷൻ ആക്കുക, ഫീസ് അടച്ച് പെർമനൻറ്റ് അഡ്മിഷൻ ആക്കുക. ഇനി നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു വിദ്യാർത്ഥി ചോദിച്ച സംശയത്തിലേക്ക് വരാം. അതായത് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ എനിക്കൊരു ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് കിട്ടി, ഞാൻ അവിടെ ടെമ്പററി ആയിട്ടാണ് അഡ്മിഷൻ നേടിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അങ്ങനെയെങ്കിൽ എനിക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ എനിക്ക് മറ്റൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടി, എന്നാൽ എനിക്ക് ആ ഒരു ഓപ്ഷൻ തീരെ ഇഷ്ടമല്ല, അതുപോലെ ആ സ്കൂളും ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അതുപോലെ തന്നെ എനിക്ക് ഫസ്റ്റ് കിട്ടിയ ആ ഒരു സീറ്റിലേക്ക് അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ടെമ്പററി അഡ്മിഷൻ നേടിയ സീറ്റിലേക്ക് എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇത്ര മാത്രമാണ്. അതായത് നിങ്ങൾക്കിപ്പോൾ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്കിപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ കിട്ടിയെന്ന് വിചാരിക്കുക, ഫസ്റ്റിലോ സെക്കൻഡിലോ അഞ്ചാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റിൽ രണ്ടാമത്തെ ഓപ്ഷൻ കിട്ടുകയാണെങ്കിൽ ആ ഒരു തേർഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ ഓപ്ഷൻ്റെ താഴെയുള്ള എല്ലാവിധ ഓപ്ഷൻസ് റദ്ദ് ചെയ്യപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതുതായിട്ട് നിങ്ങൾക്ക് ഏത് സ്കൂളിൽ ഏത് കോഴ്സിലാണോ അലോട്ട്മെൻറ്റ് കിട്ടിയത് അവിടെ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് തീരെ പറ്റില്ല എന്നാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു സ്കൂൾ തീരെ പറ്റില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ ഏകദേശം ജൂൺ 19-20 തീയതികൾക്കുള്ളിലായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇത്ര മാത്രമാണ്. നിങ്ങൾ സ്കൂളിൽ പോവുക, അതായത് തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് ഏറ്റവും ലാസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ സ്കൂൾ എവിടെയാണോ അല്ലെങ്കിൽ കോഴ്സ് എവിടെയാണോ അവിടെ പോയിട്ട് നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ നേടുക. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇഷ്ടമില്ലാത്ത സ്കൂളോ കോഴ്സോ ആണ് കിട്ടിയതെങ്കിൽ കൂടി വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എവിടെയാണോ കിട്ടിയത് അവിടെ പോയിട്ട് ടെമ്പററി അഡ്മിഷൻ ഉണ്ടായില്ല, പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അപ്പോൾ ഇനി എങ്ങനെയാണ് വിദ്യാർത്ഥികളുടെ ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ hskp.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് കാൻഡിഡേറ്റ് ലോഗിൻ SWS, അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ MRS, അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് 3 ലിങ്കുകൾ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ലിങ്കുകൾ വഴി നിങ്ങൾക്ക് ഏതൊക്കെ വിഭാഗങ്ങളിലേക്കാണ് നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകുക, പാസ്വേഡ് നൽകുക, ജില്ല നൽകുക, ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ കാണാൻ പറ്റും കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ അങ്ങനെ കാണുന്ന വിദ്യാർത്ഥികൾക്ക് ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്ന് മനസ്സിലാക്കാം. അതേസമയം നിങ്ങൾക്ക് യു ഹാവ് നോട്ട് ട്രാൻസ്ഫർ അല്ല, യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ കൺഗ്രാജുലേഷൻസ് യു ഹാവ് അലോട്ട്മെൻറ്റ് ഇൻ ഹയർ ഓപ്ഷൻ എന്നാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടി, അതായത് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്
നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് നിങ്ങൾക്ക് നോ ചേഞ്ച് ഇൻ ഹയർ ഓപ്ഷൻ, നോ ചേഞ്ച് ഇൻ അലോട്ടഡ് യുവർ ഓപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ചേഞ്ചുകളൊന്നും വന്നിട്ടില്ല എന്ന് ഈ രീതിയിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇത്ര മാത്രമാണ്. അതായത് നിങ്ങളുടെ ആ ഒരു ലോഗിൻ ചെയ്ത പേജിൽ നിങ്ങൾക്ക് കൺഗ്രാറ്റുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ്, അതല്ലെങ്കിൽ കൺഗ്രാറ്റുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് ഇൻ ഹയർ ഓപ്ഷൻ, അതുപോലെ തന്നെ നോ ചേഞ്ച് ഇൻ യുവർ അലോട്ടഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ ഇങ്ങനെ ഈ ഒരു 3 വിഭാഗങ്ങളിലായിട്ട് വരുന്ന വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഏത് സ്കൂളിലാണോ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയത് അവിടെ നിങ്ങൾ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. കാരണം ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം വിദ്യാർത്ഥികൾക്ക് പെർമനൻറ്റ് അഡ്മിഷൻ മാത്രമാണ് ഉള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അതായത് ഇഷ്ടമില്ലാതെ സ്കൂളോ കോഴ്സോ ആണ് കിട്ടിയതെങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. അതായത് വിദ്യാർത്ഥികൾ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.